ഗുഡ് മോർണിംഗ് ഓൾ. അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള സെക്ഷനിൽ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. മാക്സിമവും മിനിമവും നമ്മൾ അന്വേഷിക്കേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് സീറോ ആകുന്ന അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ്, അവിടെ മാത്രമേ മാക്സിമവും മിനിമവും ഉണ്ടാകൂ. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് മാക്സിമവും മിനിമവും ഉള്ള പോയിന്റ്സ്, അതായത് പോയിന്റ്സ് ഓഫ് എക്സ്ട്രീമ. മറ്റൊന്ന് മാക്സിമവും മിനിമവും അല്ലാത്ത പോയിന്റ്, അതിനെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. എങ്ങനെയാണ് പോയിന്റ്സ് ഓഫ് എക്സ്ട്രീമയും പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷനും കണ്ടുപിടിക്കുക എന്ന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ സ്റ്റെപ്സ് ആണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ടെസ്റ്റ്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ജിയോജിബ്രയുടെ സഹായത്തോടു കൂടി പരിചയപ്പെടാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഞാൻ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വരക്കാൻ പോവുകയാണ്. ഏതാണ് ഫംഗ്ഷൻ എന്നറിയുമോ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ക്യൂബ് മൈനസ് 6x² + 9x + 2, ഒരു ക്യൂബിക് പോളിനോമിയലാണ്. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗ്രാഫ് കണ്ടാൽ നമുക്ക് വളരെ പെട്ടെന്ന് മാക്സിമവും മിനിമവും ഒക്കെ പറയാൻ പറ്റും. ഗ്രാഫ് കാണാതെ എങ്ങനെ പറയാൻ പറ്റും? ഡെറിവേറ്റീവ് ഉപയോഗിച്ച് എന്നാണ് നമ്മുടെ ഡിസ്കഷൻ. അതിന് ആദ്യം നമ്മൾ ഗ്രാഫിന്റെ സഹായം തേടുകയാണ്. ഓക്കെ, ഗ്രാഫ് കണ്ടാൽ പറയാൻ പറ്റും 1ൽ മാക്സിമം ഉണ്ട് ഈ ഫംഗ്ഷന്, 3ൽ മിനിമം ഉണ്ട് ഈ ഫംഗ്ഷന്. 1ൽ മാക്സിമം ഉണ്ട്, അതേപോലെ 3 എന്നുള്ള പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ് എന്ന് ഈ ചിത്രം കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കാര്യം ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് എങ്ങനെ പറയാൻ പറ്റും, അതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, നോക്കൂ, 1ൽ മാക്സിമം ഉണ്ടല്ലോ, അതേപോലെ 1ൽ മിനിമം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ രണ്ട് പോയിന്റിനെയും നമുക്ക് എന്ത് വിളിക്കാം? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് ആദ്യമായിട്ട് വിളിക്കാം. ഓക്കെ, x=1ൽ ഡെറിവേറ്റീവ് 0 ആണ്, x=3ൽ ഡെറിവേറ്റീവ് 0 ആണ്. ആ അർത്ഥത്തിൽ നമുക്ക് x=1നെയും x=3യെയും ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് വിളിക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കൂ, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? 3s² - 12x + 9, അതാണ് f'(x). അത് ഞാനിവിടെ എഴുതുന്നു. f'(x) = 3s² - 12x + 9. ഓക്കെ, ഇനി ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരക്കാൻ പോവാ. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഞാൻ വരക്കാൻ പോവാ. നോക്കൂ, ഇതാണ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്. ഇതൊരു പരാബോളയാണ്. ആ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഞാൻ വരച്ചു. ഓക്കെ, ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡെറിവേറ്റീവ് 1ൽ എന്താണ്? ഇതാണല്ലോ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്. ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് 1ൽ എന്താണ്? ഡെറിവേറ്റീവ് 1ൽ എന്താണ്? എക്സ് ആക്സിനെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 1ൽ 0 ആണ്. അതേപോലെ ഡെറിവേറ്റീവ് 3ൽ എന്താണ്? 3ലെ ഡെറിവേറ്റീവും 0 ആണ്. മനസ്സിലായോ? f'(1) 0 ആണ്, f'(3) 0 ആണ്. അത് നമുക്ക് നേരത്തെ വ്യക്തമാണ്. ഈ 1ലെ ഡെറിവേറ്റീവ് 0 ആണെന്ന് ഇവിടെ ടാൻജന്റ് വരച്ച് നോക്കി നമുക്ക് പറയാം. പക്ഷേ ഗ്രാഫ് കണ്ടിട്ട് തന്നെ, ഡെറിവേറ്റീവിന്റെ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് 1ൽ അതേപോലെ 3ൽ ഡെറിവേറ്റീവ് 0 ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, f(x)ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുകയാണ്. അതായത് f'(x). ആരാ f'(x)? 6x - 12 അല്ലെ? 6x - 12. ഇതിന്റെ ഗ്രാഫ് വരക്കുക. 6x - 12ന്റെ ഗ്രാഫ് എന്തായിരിക്കും വരിക? സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്പ് 6 ആയിട്ടുള്ള, y ഇന്റർസെപ്റ്റ് -12 ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ആ ഗ്രാഫാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, f'(ന്റെ ഗ്രാഫാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകും. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഇവിടെ ഉള്ള ഫംഗ്ഷന് എന്ത് കളറാണോ കൊടുത്തത് അത് തന്നെയാണ് ഞാൻ ഗ്രാഫിനും കൊടുത്തിട്ടുള്ള കളർ. അത് വെച്ച് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്ക് എന്താ വേണ്ടത്? 1ൽ മാക്സിമം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാകണം അല്ലേ? 1ൽ ഈ ഫംഗ്ഷന് മാക്സിമം ഉണ്ട്, 3ൽ ഈ പോയിന്റിന് മിനിമം ഉണ്ട്. ആ രണ്ട് പോയിന്റിലും 1ലും 3ലും ഡെറിവേറ്റീവ് 0 ആണ്. അതായത് f'(1) 0 ആണ്, f'(3) 0 ആണ്. അതുകൊണ്ട് മാത്രം മാക്സിമവും മിനിമം പറയാൻ പറ്റില്ല, കാരണം രണ്ട് സ്ഥലത്തും ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നിങ്ങൾ നോക്കൂ, 1ലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ?
1ലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇങ്ങോട്ട് താഴേക്കാണ് വരുന്നത്. 1 എന്ന പോയിന്റിലെ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് ഈ ഗ്രീൻ കളർ സ്ട്രെയിറ്റ് ലൈനാണ്. 1ന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, നെഗറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. F'(1) നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ശ്രദ്ധിക്കൂ, F'(1) 0 ആണ്, F'(1) <0 ആണ്. മനസ്സിലായോ? F'(1) 0 ആണ്, F'(1) 1ലെ സെക്കൻഡ് ഡെറിവേറ്റീവ് താഴേക്കാണല്ലോ, അത് <0 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് <0, അന്നേരം x = 1 എന്തായിരിക്കും? എ പോയിന്റ് ഓഫ് മാക്സിമ, ലോക്കൽ മാക്സിമ. ഓക്കെ, അപ്പം മാക്സിമം പോയിന്റ് ആവാൻ എന്താ വേണ്ടത്? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആകാൻ എന്താ വേണ്ടത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആയിരിക്കണം. ഈ 3ലെ ഡെറിവേറ്റീവ് നോക്കൂ, 3ലെ ഡെറിവേറ്റീവ് 0 ആണ്, 3ലെ സെക്കൻഡ് ഡെറിവേറ്റീവ് മുകളിലല്ലേ സ്ട്രെയിറ്റ് ലൈൻ കിടക്കുന്നത് 3യുടെ, അത് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണ്. 3ലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് <0. അന്നേരം 3 എന്താണെന്ന് മനസ്സിലായി? 3 is a point of local minimയാണ് എന്ന് മനസ്സിലായി. x = 3 is a point of local minima. അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ മാക്സിമം ഉണ്ടായിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം, അന്നേരം മാക്സിമം പോയിന്റ് ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ലെങ്കിൽ <0, അന്നേരം ആ പോയിന്റ് ലോക്കൽ മിനിമയുടെ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി നമ്മൾ ഉപയോഗിച്ചില്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് ഈ ടെസ്റ്റിന്റെ പേരെന്താണെന്നറിയോ? ടെസ്റ്റിന്റെ പേര് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ്. ഓക്കെ, ഇത് ഞാനൊരു ഫംഗ്ഷൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ഏത് ഫംഗ്ഷൻ എക്സാമ്പിൾ എടുത്തു നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, അവിടെ ഒക്കെ ഈ കാര്യം ശരിയാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷന്റെ മാക്സിമവും മിനിമവും കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയാലും ക്രിട്ടിക്കൽ പോയിന്റ് ആവും. പക്ഷേ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എപ്പോഴാ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന സമയം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന സമയം, അതേപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് =0 ആകാൻ പാടില്ല. ഈ കേസിലൊക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകും. പക്ഷേ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒരു സമയത്തും ഫെയിൽ ആവില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാൾ എളുപ്പം ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ഉപയോഗിച്ച് ചെയ്യും? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നോട്ട്ബുക്കിലേക്ക് മനോഹരമായിട്ട് എഴുതാം. ഓക്കെ, എഴുതിക്കോളൂ. അടുത്ത ഹെഡിങ് എഴുതാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. പുതിയ ഹെഡിങ്. ഇത് രണ്ടാമത്തെ ഹെഡിങ്ങാണ്. എന്തിൻ്റെ രണ്ടാമത്തെ ഹെഡിങ്ങാണ്? മുമ്പ് നമ്മളൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്, മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ലോക്കൽ എക്സ്ട്രീമ. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ഹെഡിങ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ലെറ്റ് f be a real function defined on an open interval I and c belongs to I such that f'(c) exists. സി ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്നല്ല പറഞ്ഞത്. ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയുമ്പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന കേസും വരും. പക്ഷെ അതിവിടെ പറ്റില്ല. സി ഐയിലുണ്ടാകണം, സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആണെങ്കിൽ എപ്പോഴാണ് മാക്സിമം ആവുക? x = c is a point of local maxima. ഒന്നാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കണം. മാക്സിമം ആകുമ്പോൾ നെഗറ്റീവ് ആവുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി x = c is a point of local minima. ഇഫ് അവിടെയും f'(c) 0 ആയിരിക്കണം. അതേസമയം സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആയിരിക്കണം. മിനിമം ആകുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആവുകയാണ് വേണ്ടത്. ഒരേ കളറൊക്കെ കൊടുത്ത് നല്ലോണം ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, ദി ടെസ്റ്റ് ഫെയിൽസ്. ഈ ടെസ്റ്റ് പരാജയപ്പെടും. എപ്പോഴാണെന്നറിയോ? ഇഫ് f'(c) = 0 ആൻഡ് f'(c) = 0. സെക്കൻഡ് ഡെറിവേറ്റീവും 0 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആവും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ കേസിലും f'(c) ആരായിരിക്കണം? 0 ആകണം. f'(c) ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ ടെസ്റ്റ് ആദ്യം ഫെയിൽ ചെയ്തു. ഓക്കെ, f'(c) എന്തായാലും 0 ആയിരിക്കണം. f'(c) 0 ആണെങ്കിലും ഈ ടെസ്റ്റ് ഫെയിൽ ചെയ്യും. f'(c) <0 ആണെങ്കിൽ മാക്സിമം, f'(c) <0 ആണെങ്കിൽ മിനിമം. ഈ ടെസ്റ്റിന്റെ പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സുന്ദരമായ അക്ഷരങ്ങൾ കൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിന് മനോഹരമാക്കേണ്ട ഒരു ടെസ്റ്റാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, എഴുതി വെച്ചോ.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചുള്ള പ്രോബ്ലംസ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചൊരു മാക്സിമവും മിനിമവും കാണുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ആദ്യം ഡെറിവേറ്റീവ് കാണും, എന്നിട്ട് ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ആ കിട്ടിയ പോയിന്റിനെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, പോസിറ്റീവ് ആണെങ്കിൽ മിനിമം. 0 ആണെങ്കിലോ ടെസ്റ്റ് ഫെയിലായി. ടെസ്റ്റ് ഫെയിലായാലും നമ്മൾ ഫെയിലാകരുത്. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് മാക്സിമവും മിനിമവും കാണണം. സിമ്പിൾ അല്ലേ? എഴുതി വെച്ചല്ലോ. ശരി, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തു അല്ലേ? അപ്പോൾ ഇന്ന് രണ്ടാമത്തെ പ്രോബ്ലം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഓൾസോ ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്. ഇവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ് കാണുക, അതേപോലെ മാക്സിമം വാല്യൂ കാണുക. സിക്കാണ് മിനിമം മാക്സിമം പോയിന്റ് എന്ന് പറയുക, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്, അത് കണ്ടുപിടിക്കുക. ഓക്കെ, ശരി. ഇതാണ് 3 ചോദ്യങ്ങൾ. 3 ഫംഗ്ഷനുകൾ തന്നിട്ടുണ്ട്. ഒരു ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ, പിന്നെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, ശരി. നമുക്ക് ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ എ ആദ്യം ചെയ്യാം. സിമ്പിളാണ്. മാക്സിമവും മിനിമവും കാണണം എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏത് ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഏത് ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഈസി. ഓക്കെ, ഏത് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് നമ്മോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുക സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ആരാ ഇവിടെ എഫ് ഓഫ് എക്സ്? എഫ് ഡാഷ് എക്സ് ആരാണെന്ന് പറയൂ. 3x² - 12x + 9. ഇതൊന്നും ഡെറിവേറ്റീവ് ഒന്നും ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് കൂടി കാണണം അല്ലേ? പക്ഷേ അതിൻ്റെ മുന്നേ എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 എന്ന് കൊടുത്തിട്ട് നമുക്ക് എക്സ് കാണേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 3യെ പുറത്തെടുത്തുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ -4, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടുന്ന 2 നമ്പർ -1ഉം -3ഉമാണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസേഷൻ എക്സിൻ്റെ വാല്യൂ കാണാൻ വളരെ ഈസി ആയിരിക്കും. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ചെയ്തു. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് കാണണം. അതിന് ഇവിടെ വെച്ച് കണ്ടാൽ മതി, പ്രോഡക്റ്റ് ഉള്ളൊന്നും കൊടുക്കേണ്ട. ഇത് വെച്ച് കണ്ടാൽ മതി. 6x - 12. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ എഴുതി, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഞാൻ ലീനിയർ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയത് എക്സ് കാണാനുള്ള സൗകര്യത്തിനും അതുപോലെ സൈനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? എഫ് ഡാഷ് എക്സ് 0 എക്സുകളെ. അതിനുവേണ്ടി ഞാൻ എഫ് ഡാഷ് എക്സ് ഈക്വൽ 0 ഇംപ്ലൈസ് എന്തെഴുതും? 3 × x - 1 × x - 3 = 0, which are the values of x. x is equal 1 and x is equal 3 അല്ലേ? അപ്പോൾ ഇവരെ പേരെന്താ? x equal 1, x equal 3യുടെ പേരെന്താ? അവരുടെ പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. x equal 1 and x equal 3 are the critical points. ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി, നിർണായക പോയിന്റ്സ് നമുക്ക് കിട്ടി. ഈ പോയിന്റുകൾ മാക്സിമം ആകാം, ഈ പോയിന്റുകൾ മിനിമം ആകാം, ഈ പോയിന്റുകൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആകാം. ഇവയിൽ ഏതെങ്കിലും ഒന്നാവാം. ഏതാണെന്ന് നോക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണോ? ഏത് മെഷീൻ ഉപയോഗിച്ചാൽ നമ്മളത് ഏതാണെന്ന് നോക്കുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുന്ന മെഷീൻ. അതിനകത്ത് ജസ്റ്റ് അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് x = 1 നോക്കാം. ഓക്കെ, x = 1 മാക്സിമം ആണോ മിനിമം ആണോ എന്നറിയാൻ വേണ്ടി ഈ 1നെ പിടിച്ച് ഇതിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഡബിൾ ഡാഷ് 1 = 6 × 1 - 12 അല്ലേ? 6 × 1 - 12 നെഗറ്റീവോ പോസിറ്റീവോ? നമ്പർ നമുക്ക് ആവശ്യമില്ല, ആൻസർ നമുക്ക് ആവശ്യമില്ല. 6 × 1 - 12 നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ എന്താണാവുക? മാക്സിമം അല്ലേ? x = 1 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. x = 1 മാക്സിമം പോയിന്റ് ആണ്, ലോക്കൽ മാക്സിമത്തിൻ്റെ ഒരു പോയിന്റ് ആണ്. നോക്കൂ, നിങ്ങൾ മാക്സിമത്തിൻ്റെ പോയിന്റ് ആണെന്ന് കണ്ടാൽ പോരാ, പിന്നെയോ മാക്സിമം വാല്യൂ കൂടി കാണണം. അതായത് 1 കൊടുത്താൽ എന്ത് ആൻസർ കിട്ടുമെന്ന് കൂടി കാണണം. അതിനെന്താ ചെയ്യേണ്ടത്? മാക്സിമം വാല്യൂ കാണാൻ ആരാ മാക്സിമം വാല്യൂ? 1ലെ വാല്യൂ. 1 ആണല്ലോ മാക്സിമം പോയിന്റ്. എഫ് ഓഫ് 1, അവിടെ നമ്മൾ എഫ് ഓഫ് 1 ആണ് കാണേണ്ടത്. എഫ് ഓഫ് 1 എന്താ? 1 - 6 + 9 + 15 = 19 എന്ന് കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷന്റെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വാല്യൂ ആണ് ആര്? 19 എന്ന് മനസ്സിലായി. ഒരു വാല്യൂ ആണ് 19. ഓക്കെ, ഇനി x = 3 നമുക്ക് പരിശോധിക്കാം. x = 3 മാക്സിമം ആണോ മിനിമം ആണോ എന്നറിയാൻ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. 6 × 3 - 12 that is equal to 18 - 12 greater than 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാ, അതുകൊണ്ട് x = 3 എന്ത് പോയിന്റാ? x = 3 is a point of local minimum. മിനിമം വാല്യൂ കാണാൻ 3 എന്നുള്ള നമ്പർ ഇവിടെ അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 3 എന്നുള്ള നമ്പർ അതായത് എഫ് ഓഫ് 3 കണ്ടുപിടിക്കുക. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 15 ആണ്. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 15 ആണ്. നമുക്ക് കണ്ടുപിടിക്കാവുന്നതിൽ മിനിമം ആരാ? 15. സിമ്പിൾ അല്ലേ?
വളരെ സിമ്പിൾ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0 എന്ന് കൊടുത്തു, അതിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിച്ചു. ഓരോ പോയിന്റുകളും നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്തു. അന്നേരം നെഗറ്റീവ് കിട്ടിയപ്പോൾ മാക്സിമം, പോസിറ്റീവ് കിട്ടിയപ്പോൾ മിനിമം. വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അത് ജസ്റ്റ് ഒന്ന് ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഈ ഒരു സെന്റൻസ് ഉണ്ടെങ്കിലേ വാല്യൂ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി നമുക്കിതിലെ ഗ്രാഫ് ഒന്ന് കണ്ടാലോ? ഗ്രാഫ് കാണുന്നത് ഈ കാര്യം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനാണ്. ഗ്രാഫ് വെച്ചല്ലല്ലോ ഇത് മനസ്സിലാക്കേണ്ടത്, ഓൾജിബ്ര വെച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാവും. നോക്കൂ, ഇതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഈ ഫംഗ്ഷൻ നോക്കൂ, 1ൽ എന്തുണ്ട്? മാക്സിമം ഉണ്ട്. 1ൽ മാക്സിമം ഉണ്ട്, കണ്ടോ? 1ൽ ഒരു മാക്സിമം ഉണ്ട്. ആരാ മാക്സിമം? 19. അതപ്പം നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, 3ൽ എന്തുണ്ട്? മിനിമം ഉണ്ട്. ആരാ മിനിമം? 15. കണ്ട, 3ൽ മിനിമം ഉണ്ട് 15. എന്ത് സുന്ദരമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നോക്കൂ നിങ്ങൾ, ഇതിന്റെ മാക്സിമം 19 ആണെന്ന് പറയുമ്പോൾ 19നേക്കാൾ വലിയ വാല്യൂ ഫംഗ്ഷൻ ഉണ്ട്. ഇത് അവിടെയൊക്കെ 19നേക്കാൾ വലുതാണ്. പക്ഷേ കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം ഇത് അങ്ങ് ആകാശത്തേക്ക് അനന്തതയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. കണ്ടുപിടിക്കാവുന്നതിൽ വലുതിനെ നമ്മളിവിടെ മാക്സിമം, നമ്മൾ മുമ്പ് മാക്സിമത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു ഇന്റർവെലൊക്കെ എടുത്തല്ലേ പറയാ, ആ ഇന്റർവെല്ലിൽ ഏറ്റവും വലിയ വാല്യൂ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. അതേപോലെ ഇതിനേക്കാൾ ചെറിയ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ചെറിയ വാല്യൂ ആണ്. പക്ഷേ ആ കണ്ടുപിടിച്ച വാല്യൂവിനേക്കാൾ വീണ്ടും ചെറുത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് അതൊന്നും മിനിമം അല്ല. മിനിമം വാല്യൂ 15 തന്നെയാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ബി ആൻസറിലേക്ക് പോകാം. സ്വന്തമായിട്ട് ചെയ്യാം ഇനി ബി. ഓക്കെ, f(x = x + 2/2 + x greater than 0). നോക്കൂ, ആദ്യം ഞാൻ ആ ഫംഗ്ഷൻ എഴുതി. ഇനി ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് x greater than 0 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് എന്താ? 1/2 - 2/s². ഓക്കെ, +2 × -1/s² എന്നാ വരിക, അത് -2/s². ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. എന്താ? 1/2ൻ്റെത് 0. -2 × 1/s² ഡെറിവേറ്റീവ് എന്താ? -2/s³. അപ്പോൾ -2 × -2/s³ പറഞ്ഞാൽ 4/s³ അല്ലേ വരിക? അതാണ് f''. ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ നന്നായിട്ട് പഠിക്കണം, എങ്കിലും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ 0 ഇംപ്ലൈസ്, പറയൂ, 1/2 - 2/s² = 0, വിച്ച് ഇംപ്ലൈസ് 1/2 = 2/s². s² = 4, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x = +or-2. x = +or-2 വിളിക്കാവുന്ന സുന്ദരമായ പേരെന്താ? ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, x = +or-2 ആർ ദി ക്രിട്ടിക്കൽ പോയിന്റ്സ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? x greater than 0 എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് -2നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. x greater than 0 എന്ന് ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ട് -2നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. +2നെ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. therefore x = 2 is the critical point. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുന്ന മെഷീനിൽ റീപ്ലേസ് ചെയ്താൽ മതി. 2 സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യാം. f'(2 = 4/2³). പോസിറ്റീവോ നെഗറ്റീവോ? ഗ്രേറ്റർ ദാൻ 0. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ മാക്സിമമോ മിനിമമോ? മിനിമം. x = 2 is a point of local minima. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? f(2) കണ്ടാൽ മതി. മിനിമം വാല്യൂ ഈക്വൽ f(2). ദാ ഈ ഫംഗ്ഷനിൽ 2 കൊടുക്കുക. 2/2 + 2/2 ദാറ്റ് ഈസ് ഈക്വൽ 2. ഓക്കെ, 2 ആണ് ഇതിന്റെ മിനിമം വാല്യൂ. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 2 ആണ്. സിമ്പിൾ അല്ലേ? ഗ്രാഫ് കാണണോ? കണ്ടോളൂ, ഇതാണ് ഗ്രാഫ്. ഇതാണ് നമ്മുടെ x/2 + 2/x ഗ്രാഫ്. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇത് നമുക്ക് വേണ്ട. 0നേക്കാൾ വലുതാകുമ്പോൾ ഈ ഭാഗം വരെ. ഇതാണ് ഇതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇവിടെ ഈ 2 എന്നുള്ള പോയിന്റിലല്ലേ നമുക്ക് എന്ത് കിട്ടിയത്? 2 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് മിനിമം കിട്ടിയത്. നോക്കൂ, ഇങ്ങനെ വന്നിട്ട് പിന്നെ വലുതാവാണ്. അതുകൊണ്ട് ഇത് മിനിമം പോയിന്റ് ആണ്. എന്താ മിനിമം വാല്യൂ? കണ്ടോ, 2 ആണ് മിനിമം വാല്യൂ. ഇനി x greater than 0 എന്ന് ക്വസ്റ്റ്യനിൽ ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ -2 ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അന്നേരം -2 ആക്സെപ്റ്റബിൾ ആകുന്ന സമയത്ത് -2 ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ -2 തന്നെയാണ്. അത് മാക്സിമം വാല്യൂ ആണ്. കാരണം ഇതിങ്ങനെ വലുതായിട്ട് പിന്നെ ചെറുതാവാം. -2 വാല്യൂ മാക്സിമം ആണ്. അപ്പോൾ x greater than 0 എന്ന് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അന്നേരം മാക്സിമം കൂടെ കിട്ടും. നോക്കൂ, മിനിമം 2 ആണ്, മാക്സിമം -2 ആണ്. അതിൻ്റെയൊക്കെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഈ ലൊക്കാലിറ്റിയാണ്, ഇത് മറ്റൊരു ലൊക്കാലിറ്റിയാണ്. അതാണ് അതിൻ്റെ റീസൺ. ക്ലിയർ അല്ലേ? ശരി, ഇനി ക്വസ്റ്റ്യൻ സി നോക്കൂ. f(x = 2s - 1² + 3). ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്, പരാബോളയാണ്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഇതിന്റെ മാക്സിമം മിനിമം നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റും. ഡിഫറൻസിയേഷൻ ഒന്നും അറിയണ്ട, അല്ലാതെ തന്നെ പറയാൻ പറ്റും. ഇതിന്റെ മാക്സിമം ആണോ മിനിമം ആണോ? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, ഒരിക്കലും നെഗറ്റീവ് ആകില്ലല്ലോ. അപ്പോൾ ഇതിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ എത്രയാണ്? 0 എന്നല്ലേ കിട്ടുക? സോറി, ഇതിന് കിട്ടാവുന്ന മിനിമം വാല്യൂ എത്രയാണ്? 0 എന്നാണ് കിട്ടുക.
0നേക്കാൾ ചെറിയ വാല്യൂ കിട്ടൂല. അപ്പോൾ ഇതിന് മിനിമം ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലായി. ഇവിടെ 0 ആണ് ഇതിന്റെ മിനിമം വാല്യൂ എന്ന് മനസ്സിലായി. അപ്പം മിനിമം വാല്യൂ എത്ര ടോട്ടൽ വരിക? 0 + 3 ആയിരിക്കും വരിക. ഡിഫറൻസിയേഷൻ ഇല്ലാതെ തന്നെ പറയാം. ഡിഫറൻസിയേഷനോട് കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തു നോക്കും. f(x) എന്താണെന്ന് എഴുതി, f'(x) എഴുതി, 2 × 2x - 1 അതാണ് 2 × 2x - 1 × 2 ഉണ്ടാവും. അതാണ് 4 × 2x - 1 ആയത്. ഇനി വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു, 4 × 2x 2 എന്ന് വരും അല്ലേ, 8 വരും. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഞാൻ 0 എന്ന് കൊടുത്തു. 4 × 2x - 1 = 0, അതായത് 2x - 1 = 0, 2x = 1, x = 1/2. x = 1/2ന്റെ പേരെന്താ? ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുന്ന മെഷീനിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, റീപ്ലേസ് ചെയ്തു. ഇവിടെ 1/2 0 എന്ത് കൊടുത്താലും ആൻസർ 8 കോൺസ്റ്റന്റ്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവായി നമുക്ക് നേരത്തെ കിട്ടി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് മിനിമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഉണ്ടെങ്കിൽ മിനിമേ ഉള്ളൂ എന്ന് മനസ്സിലായി. മിനിമം ആണോ മാക്സിമം ആണോ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് റീപ്ലേസ് ചെയ്തു. അന്നേരം നമുക്ക് പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് കിട്ടിയത്. അതുകൊണ്ട് മിനിമം ആണ് എന്ന് മനസ്സിലായി. x = 1/2 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം. ഇനി ആ മിനിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഫംഗ്ഷനിലാണ് കൊടുക്കേണ്ടത്. f(1/2) ആണ് മിനിമം വാല്യൂ. 2 × 1/2 - 1 whole square +3 കട്ട് ചെയ്തു. 1 - 1 0, നേരത്തെ പറഞ്ഞ പോലെ +3. അപ്പോൾ ആൻസർ എന്താ? 3. ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 3 ആണ്. ചോദ്യം കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു, ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഗ്രാഫിനൊക്കെ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നത്, ഗ്രാഫ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ 2x - 1 whole square എന്ന് പറയുമ്പോൾ പരാബോളയാണ്. x² കോയിഫിഷ്യന്റ് പോസിറ്റീവാണ്. x² കോയിഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഓപ്പണിംഗ് അപ്വാർഡ്സ് ആയിരിക്കും, മുകളിലേക്കാണ് തുറന്നിരിക്കുക. അത് ഓർക്കാൻ വേണ്ടി x² ഗ്രാഫ് ഓർത്താൽ മതി. x² കോയിഫിഷ്യന്റ് പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ അത് മുകളിലേക്കാണ് തുറക്കുന്നത്. അതേപോലെ x² കോയിഫിഷ്യന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഏത് പരാബോളയും മുകളിലേക്കാണ് തുറക്കുക. ഓക്കെ, മുകളിലേക്ക് തുറക്കുമ്പോൾ ആദ്യം ഡിക്രീസിങ്ങും പിന്നെ ഇൻക്രീസിങ്ങും ഉണ്ടാവുക. ഓക്കെ, എവിടെ ഇതിൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്? ടേണിംഗ് പോയിന്റ് 1/2 അപ്പോൾ 1/2ന്റെ ഇപ്പുറത്ത് ഡിക്രീസിങ്, 1/2ന്റെ അപ്പുറത്ത് ഇൻക്രീസിങ്. പിന്നെ 1/2 എന്തുള്ളത്? മിനിമം പോയിന്റ് ഉള്ളത്. 1/2 മിനിമം. അപ്പോൾ എങ്ങനെ ഇരിക്കുന്ന ഗ്രാഫ് മനസ്സിൽ വന്നോ? 1 ഇങ്ങനെ വന്നിട്ട് 1/2ന്റെ അവിടെ നിന്നിട്ട് വളയും അല്ലേ. എവിടെ ഈ വളയുന്ന ഈ ഹൈറ്റ് എത്ര വരിക? 3 ആയിരിക്കും വരിക. അപ്പം മനസ്സിൽ ഗ്രാഫ് വന്നു. ഇത് തന്നെ വന്ന ഗ്രാഫ് നോക്കൂ. ഇതാ 1/2ന്റെ മുകളിൽ വളഞ്ഞു. 3 ആണ് മിനിമം വാല്യൂ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ ഗ്രാഫ് വരക്കാനും നമുക്ക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കാം എന്ന് ചുരുക്കം. ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫ് വരക്കാൻ പറ്റും. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. f(x) = ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമ. ക്വസ്റ്റ്യൻ എ, f(x) = sin x + cos x. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. മറ്റൊരു ഇക്വേഷൻ 3x, മറ്റൊരു പോളിനോമിയൽ 3x⁴ + 4x³ - 12² + 12. നല്ല ക്വസ്റ്റ്യനാണ് എടാ. ശരി, ഒരു ചോദ്യം ചെയ്ത് അതേപോലെ തന്നെ അടുത്ത ചോദ്യങ്ങളൊക്കെ f(x) എഴുതി, f'(x) എഴുതി, f'(x) എഴുതി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി f'(x) 0 എന്ന് കൊടുത്തു. cos x - sin x 0. cos x = sin x. cos x ഉം sin x ഉം ഈ ഇന്റർവെൽ എവിടെയാണ് 0 ആവുക? 0 to π/2 എന്നുള്ള ഇന്റർവെൽ cos x ഉം sin x ഉം ഈക്വൽ ആവുക. 0 ആവില്ല. cos x ഉം sin x ഉം ഈക്വൽ ആവില്ല. എല്ലാവർക്കും അറിയാം x = π/4. അപ്പോൾ x = π/4ന്റെ പേരെന്താ? x = π/4ന്റെ പേര് ക്രിട്ടിക്കൽ പോയിന്റ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്നറിയാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് റീപ്ലേസ് ചെയ്താൽ പോരെ? കൊടുത്തു ഞാൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുത്തു. -sin π/4 - cos π/4. ഇത് sin π/4ന്റെ വാല്യൂ 1/√2, -1/√2, -1/√2 രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ <0. അതിൻ്റെ ആൻസർ ഒന്നും വേണ്ട, നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും മതി. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് മാക്സിമം അല്ലേ ഉണ്ടാവുക? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. x = π/4 മാക്സിമം പോയിന്റ് എന്ന് മനസ്സിലായി. മാക്സിമം വാല്യൂ കാണാൻ ചോദിച്ചിട്ടുണ്ട്. sin x + cos x മാക്സിമം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ പെട്ടെന്ന് 2 എന്ന് പറയും. കാരണം sin x-ന്റെ 1 cos x-ന്റെ 1 പറ്റില്ല. എന്താ കാരണം? sin x 1 ആകുമ്പോൾ cos x എന്തായിരിക്കും? 0 ആയിരിക്കും. മാക്സിമം വാല്യൂ 2 അല്ല. പിന്നെ എന്താ നമുക്ക് നോക്കാം. എന്താ മാക്സിമം വാല്യൂ? മാക്സിമം വാല്യൂ f(π/4) ആണ്. sin π/4 + cos π/4 1/√2 + 1/√2 ദാറ്റ് ഈസ് 2/√2 ഈക്വൽ ടു √2 × √2 അല്ലേ. ഒരു √2 കട്ട് ചെയ്തു, അപ്പോൾ √2 എന്ന് ആൻസർ. അപ്പോൾ sin x + cos x-ന്റെ മാക്സിമം വാല്യൂ ആരാണ്? √2 ആണ്. √2 എന്നുള്ള ഒറ്റ മാക്സിമം വാല്യൂ മാത്രമേ ഉള്ളൂ. മീൻസ് ഒരു പോയിന്റിൽ മാത്രമേ മാക്സിമം ഉള്ളൂ. കാരണം 0 to π/2 ആയതുകൊണ്ട്. ഇനി നമ്മൾ 0 to π ഒക്കെ എടുക്കുകയാണെങ്കിൽ മാക്സിമവും മിനിമവും ഒക്കെ ഉണ്ടാവും. അത് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, ഇതാണ് ഗ്രാഫ്. sin x + cos x-ന്റെ ഗ്രാഫ് ഇതാ. π/4 കണ്ടോ മാക്സിമം? 0-ൽ 1, π/4 കണ്ടോ എന്താ ഉള്ളത്? മാക്സിമം √2. √2 പറഞ്ഞാൽ 1.4 സംതിങ് അല്ലേ. അപ്പോൾ അത് 1 പോയിന്റിനേക്കാൾ കുറച്ച് കൂടുതൽ. π/4 മാക്സിമം.
0 മുതൽ π/2 വരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഒറ്റ പോയിന്റ് മാക്സിമം കിട്ടിയത്. മിനിമം കാണാൻ കഴിയില്ല. ഓക്കെ, പലപ്പോഴും ഇതേ ചോദ്യം 0 to π ചോദിക്കും, 0 to 2π ചോദിക്കും, 0 to 2π. ഇതാ ഇത് മുതൽ ഇതുവരെ ഉണ്ടാവും. അന്നേരം നമുക്ക് മിനിമം കൂടെ കിട്ടും. ആ മിനിമം ഇവിടെ ഉള്ളത് 5π/4. 5π/4 മിനിമം ഉണ്ട്. മിനിമം എത്രയാ? മുകളിലേക്കുള്ള അതേ ഹൈറ്റ് തന്നെ താഴേക്കും വരിക, -√2. മിനിമം -√2 ആണ്. അപ്പോൾ 0 to 2π ആണ് ചോദ്യമെങ്കിൽ മിനിമം ഉണ്ടാവും. മിനിമം ഉണ്ടാകുന്നത് 5π/4 ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് π/4, രണ്ടാമത്തെ 5π/4. ഓക്കെ, 5 നമ്മുടെ കയ്യിലെ വിരലിൻ്റെ എണ്ണമാണല്ലോ 5 അല്ലേ? കയ്യിലേക്ക് നോക്കിയാൽ മതി, മറന്നു പോയാലും. 5π/4. ക്ലിയർ ആണല്ലോ? കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ശരി, അടുത്തൊരു ചോദ്യം. f(x) = 3x⁴ + 4x³ - 12x² + 12. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടു. ആ സെക്കൻഡ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. 12x × x² + x - 2 വീണ്ടും ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി. ഓക്കെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പോകാം. അതിന് ഇവിടെ വെച്ച് കാണുന്നതല്ല സൗകര്യം, ഇത് വെച്ച് തന്നെ കാണുന്നതാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവ് = 0 എന്ന് കൊടുത്തു. ഇവിടെയും ഞാൻ 12നെ പുറത്തെടുത്തു, സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് കൊടുത്തു. അന്നേരം എനിക്ക് എക്സിന്റെ വാല്യൂ 0 എന്ന് കിട്ടി, -2 എന്ന് കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ, 3 വാല്യൂ കിട്ടി. ഈ 3 പോയിന്റ്സ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് വിളിക്കാം. ഈ ക്രിട്ടിക്കൽ പോയിന്റ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സെക്കൻഡ് ഡെറിവേറ്റീവ് റീപ്ലേസ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഞാൻ റീപ്ലേസ് ചെയ്യാണ്. ആദ്യം f''0. f''0 കൊടുത്താൽ ഇവിടെ 0 ഇവിടെ 0, അപ്പം -24 എന്ന് വരും, അതായത് നെഗറ്റീവ് വരും. നെഗറ്റീവ് എന്നാൽ മാക്സിമം പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, മാക്സിമം പോയിന്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ ഇവിടെ കാണാൻ പറ്റും. മാക്സിമം വാല്യൂ 0ലെ വാല്യൂ ആണ്. 0ലെ വാല്യൂ എത്രയാ? 12. ഇതുപോലെ 1 ഞാൻ കൊടുക്കുകയാണ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ. 1 ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ 36 ആ കിട്ടുക. 1 സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ 36 എന്നാണ് കിട്ടുക. നിങ്ങൾക്ക് കൊടുത്തു നോക്കാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് ഡെറിവേറ്റീവിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 36 കിട്ടും. 24 ക്യാൻസൽ ചെയ്ത് ബാക്കി 36. അത് >0 ആണ്, അതുകൊണ്ട് മിനിമം ആണ്. മിനിമം വാല്യൂ കാണാൻ വേണ്ടി f(1) കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 7 കിട്ടും. ഇനി -2 സെക്കൻഡ് ഡെറിവേറ്റീവിൽ റീപ്ലേസ് ചെയ്യുന്നു. അന്നേരം 72 ആണ് കിട്ടുക. നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വാല്യൂ കൊടുത്ത് നോക്കണം, അപ്പോഴേ ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ 72 എന്ന് പറയുന്നത് >0, അതുകൊണ്ട് അവിടെയും മിനിമം പോയിന്റ് ആണ്. x = -2 മിനിമം പോയിന്റാണ്. -2ലെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ -2 എന്ന് കൊടുത്ത് കണ്ടുപിടിക്കാവുന്നതാണ്. -20 ആണ് മിനിമം കിട്ടുക. അപ്പോൾ x = 0 മാക്സിമം പോയിന്റ്, 2 മിനിമവും 1 മാക്സിമം ആണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിനുള്ളത്. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നാലാമത്തെ ചോദ്യം നോക്കൂ. ഇതാണ് നാലാമത്തെ ചോദ്യം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഒന്ന് 3 + mod x, മറ്റൊന്ന് -mod x + 1 + 3. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഫംഗ്ഷൻ എഴുതി. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 7 ഫംഗ്ഷൻ എഴുതി. f'(x) എഴുതി. 3ന്റെ ഡെറിവേറ്റീവ് 0, mod x-ന്റെ ഡെറിവേറ്റീവ് x/mod x നമുക്കറിയാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. പക്ഷേ x/mod x ഒരിക്കലും 0 ആവില്ല. എന്താ കാരണം? x/mod x-ന് 2 ആൻസറേ ഉള്ളൂ. ഒന്ന് 1, മറ്റൊന്ന് -1. 0 ആകുന്ന പ്രശ്നമേ x/mod x-ന് ഇല്ല. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആകുന്നില്ലല്ലോ. ഡെറിവേറ്റീവ് 0 ആകാൻ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ത് ചെയ്തു? ഫെയിൽ ചെയ്തു. ഓക്കെ, ഇവിടെ ഡെറിവേറ്റീവ് ഒരിക്കലും 0 ആകുന്നില്ല. അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ചെയ്തു. അത് നമുക്കിവിടെ എഴുതി വെക്കാൻ വേണമെങ്കിൽ നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്. എഴുതി വെക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാത്തത് എന്നറിയാൻ വേണ്ടി. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുന്ന സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആയാലും നമ്മൾ ഫെയിൽ ആവരുത്. നമ്മൾ എന്ത് ഉപയോഗിച്ച് ചെയ്യണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ടത്? രണ്ടാമത്തെ സന്ദർഭം. ഒന്നാമത്തെ സന്ദർഭം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തെ സന്ദർഭം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ. ഇവിടെ ഫെയിലായി, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിലായി. അപ്പോൾ ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് എന്ത് പറയാം? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ? ആരാ ക്രിട്ടിക്കൽ പോയിന്റ്? ഡെറിവേറ്റീവ് =0 ആകുന്ന പ്രശ്നമില്ല, എപ്പോഴും ≠0 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന പോയിന്റ് ഉണ്ടല്ലോ. x 0 ഡെറിവേറ്റീവ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. f' ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x = 0. ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റും ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഓക്കെ, x = 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷേ ഈ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, അതിനെന്ത് ചെയ്യണം? 0ന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുള്ള നമ്പർ നോക്കണം. -1 1. അവിടുത്തെ ഡെറിവേറ്റീവ് നോക്കണം. f'-1 നോക്കിയപ്പോൾ -1/mod -1 1 കിട്ടി, നെഗറ്റീവാണ്.
വലതുഭാഗത്തുള്ള നമ്പർ 1 ആണ്. അപ്പോൾ എഫ് ഡാഷ് 1 നോക്കിയപ്പോൾ 1/1 എന്ന് കിട്ടി, പോസിറ്റീവാണ്. ആദ്യം ഇറങ്ങുകയാണ്, പിന്നെ കയറുകയാണ്. ഇറങ്ങി കയറൽ മിനിമം പോയിന്റിലല്ലേ, അതുകൊണ്ട് x = 0 ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഇത് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണെന്ന് മനസ്സിലായി. ഇനി മിനിമം വാല്യൂ കാണാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മിനിമം വാല്യൂ കാണാൻ വേണ്ടി f(0) കണ്ടാൽ മതി. 3 + 0 = 3. ഓക്കെ, മിനിമം വാല്യൂ 3 ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ സെക്കൻഡറി ഈ മോഡ് വരുന്ന ചോദ്യങ്ങൾക്കൊന്നും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് = 0 എന്ന് വരില്ല അവിടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത്തരം കേസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുക. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാലോ, ഇതാണ് ഗ്രാഫ്. നമുക്ക് അറിയുന്ന ഗ്രാഫാണ് mod x+3യുടെ ഗ്രാഫ്. വളരെ സുപരിചിതമായിട്ടുള്ള ഗ്രാഫാണ്. mod xന്റെ ഗ്രാഫിനെ ഒരു 3 യൂണിറ്റ് മുകളിലേക്ക് വെച്ചാൽ മതി. 0 എന്നുള്ള പോയിന്റിൽ കണ്ടോ മിനിമം, കണ്ടില്ലേ? ഇവിടെ ഷാർപ്പ് ബെൻഡാണ്, ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഡെറിവേറ്റീവ് 0 ആകുന്ന ഒറ്റ കേസും ഇവിടെ ഇല്ല. അതൊക്കെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ആവർത്തനമാണ് ക്വസ്റ്റ്യൻ ബി. f(x) = -mod x+1 + 3. ഇതുപോലെ തന്നെ ചെയ്യാം. f(x) എഴുതി, f'(x) എന്താ വരിക, x+1/mod x+1 നെഗറ്റീവ് വരും. 3 ഡെറിവേറ്റീവ് 0 ആണ്. ഇതും =0 വരില്ല, ഇതിനും 2 വാല്യൂ വരുള്ളൂ. x+1/mod x+1 ഒന്നുകിൽ 1 ആണ് അല്ലെങ്കിൽ -1 ആണ്. അപ്പോൾ അതിന് മൈനസ് വരുമ്പോൾ ഒന്നുകിൽ 1 ആണ് അല്ലെങ്കിൽ -1 ആണ്, 0 വരില്ല. f'(x) ≠ 0. ഡെറിവേറ്റീവ് 0 വരാത്തത് കൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിലായി. ഇനി ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ് ഉണ്ട്, x = -1. ആ പോയിന്റ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അത് ക്രിട്ടിക്കൽ പോയിന്റാണ്. ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് നോക്കണം. -1ന്റെ ലെഫ്റ്റിലെ നമ്പർ, റൈറ്റിലെ നമ്പർ, -2 and 0. f' -2 ഞാൻ നോക്കി, നിങ്ങൾക്ക് ഇവിടെ നോക്കാം. f' -2 എന്ന് നോക്കുമ്പോൾ -2 + 1 ദാറ്റ് ഈസ് -1 എന്ന് വരും. ഇവിടെ പോസിറ്റീവ് ആണല്ലോ, -1 1/1 എന്ന് വരിക. അപ്പോൾ 1 > 0. അതേപോലെ f'(0) നമ്മൾ നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും, -1 <0. ആദ്യം കയറുന്നു, പിന്നെ ഇറങ്ങുന്നു. കയറി ഇറങ്ങലോടെ മാക്സിമത്തിലാണ്, അതുകൊണ്ട് മാക്സിമം പോയിന്റാണ്. മാക്സിമം വാല്യൂ കാണാൻ വേണ്ടി ജസ്റ്റ് -1 കൊടുത്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും നിങ്ങൾക്ക്, 3 എന്ന് തന്നെ കിട്ടും. മാക്സിമം വാല്യൂ 3 എന്ന് കിട്ടും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. നോക്കൂ, ഇതിൽ ഗ്രാഫ് ഇങ്ങനെ വരാം. ഇവിടെ -1ലാണ് മാക്സിമം, കണ്ടോ? -1ൽ മാക്സിമം വാല്യൂ 3 ആണ്. -1 ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഇതാണ് അടുത്ത ചോദ്യം. f(x) = s³ + 1. f(x) = 1/s² + 2. ഈ ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും ഒക്കെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ചോദ്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സാധാരണ പോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവിന് =0 എന്ന് കൊടുത്തു. അതിന് 3s² = 0 എന്ന് വന്നു. s² = 0, x = 0. x = 0 നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിച്ചു. ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, x = 0 സെക്കൻഡ് ഡെറിവേറ്റീവ് റീപ്ലേസ് ചെയ്തു. അപ്പോൾ 6 × 0 = 0 എന്ന് കിട്ടി. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ഡെറിവേറ്റീവ് 0. ആര് ഫെയിലായി? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിലായി. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ഡെറിവേറ്റീവ് 0 ആയ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിലാവും. അപ്പോൾ നമ്മൾ ഫെയിൽ ആകരുതെന്ന് ഞാൻ പറഞ്ഞു. ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യുക, 0ന്റെ ഇടതുഭാഗത്തുള്ള നമ്പറും വലതുഭാഗത്തുള്ള നമ്പറും എടുക്കുക. ആരാ 0ന്റെ ഇടതുഭാഗത്ത് -1. -1 കൊടുക്കുമ്പോൾ 3 × -1² എന്ന് വരും. അത് 3 ആണ്, > 0. വലതുഭാഗത്തുള്ള നമ്പർ ആരാ? വലതുഭാഗത്തുള്ള നമ്പർ 1 ആണ്. f'1 = അതും 3 വരിക, അതും > 0. ഇടതുഭാഗവും വലതുഭാഗവും പോസിറ്റീവാണ്. കയറ്റം പിന്നെയും കയറ്റം അല്ലേ, കയറ്റം. അതുകൊണ്ട് ഈ പോയിന്റ് എന്ത് പോയിന്റാ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ആ പോയിന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ പോലെ അങ്ങനത്തെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. x = 0 ഈസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? ശരി, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയതിനു ശേഷമാണ് ഫെയിലാകുന്നതിൽ. നേരത്തെ ഫെയിലായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകാതെയാണ് ഫെയിലായത്. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ ഉണ്ട്, അത് 0 ആണ്. അങ്ങനെയാണ് ഫെയിലായതെങ്കിൽ സാധാരണഗതിയിൽ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവാനാണ് സാധ്യത. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്, s³ + 1. s³ ഗ്രാഫിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക് പൊക്കി വെക്കുക. ഓക്കെ, അപ്പോൾ 0ൽ ഒരു പോയിന്റ് കണ്ടോ നിങ്ങൾ? 0ൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ്. കാരണം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡെറിവേറ്റീവ് 0 ആണ്, പക്ഷേ പിന്നെയും കയറ്റമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ബി. f(x) = 1/s² + 2. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ്. f(x) f'(x) എഴുതി. f'(x) ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇങ്ങനെയാണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ചൊക്കെ കാണണം. കുറച്ച് സമയം എടുക്കും അല്ലേ?
അപ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിനേക്കാൾ ടെസ്റ്റിനേക്കാൾ എളുപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കേണ്ട മൂന്നാമത്തെ സന്ദർഭം. ഒന്ന് ചോദ്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, 2 സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ, 3 സെക്കൻഡ് ഡെറിവേറ്റീവിന് ടെസ്റ്റിനേക്കാൾ എളുപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആകുമ്പോൾ. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എളുപ്പമാണ്. കാരണം ഇതെപ്പോഴും പോസിറ്റീവ്, അതിൻ്റെ ചിഹ്നം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 എന്ന് കൊടുത്തു. അന്നേരം -2x² + 2 ഹോൾ സ്ക്വയർ = 0. അതായത് -2x = 0 എന്ന് കിട്ടും, അല്ലെങ്കിൽ 2x = 0 എന്ന് കിട്ടും. അപ്പോൾ x = 0 എന്ന് കിട്ടി. x = 0 ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിച്ചു. x = 0ന്റെ ഇടതുഭാഗത്തുള്ള നമ്പർ എടുത്തു -1, f' -1. നോക്കൂ, -2 × -1 ഇതെപ്പോഴും പോസിറ്റീവാണ്, അത് നോക്കണ്ട. -2 × -1 > 0 ആണ്. f' വലതുഭാഗത്തുള്ള നമ്പർ 1, f' 1 = എന്താ കിട്ടുക? 1 എന്ന് കൊടുത്താൽ -2 ബൈ പോസിറ്റീവ് നെഗറ്റീവ് വരും. ആദ്യം കാറ്റാണ്, പിന്നെ ഇറക്കാണ്. കയറി ഇറങ്ങൽ മാക്സിമത്തിലല്ലേ? x = 0 is a point of local maximum. ലോക്കൽ മാക്സിമത്തിൻ്റെ പോയിന്റ് എന്ന് മനസ്സിലായി. ഈ മാക്സിമം വാല്യൂ കാണണമെങ്കിൽ f(0) കണ്ടാൽ മതി, 1/2 എന്ന് ആൻസർ കിട്ടാം. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒഴിവാക്കാൻ കാര്യം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ആ ടെസ്റ്റ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോഴും ആൻസർ ഇത് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഗ്രാഫ് കാണണ്ടേ? ഇതാണ് ഗ്രാഫ്. 0-ൽ 1/2 എന്നുള്ള മാക്സിമം വാല്യൂ, പിന്നെ ഇങ്ങനെ എക്സ് ആക്സിനോട് ഇങ്ങനെ ചാരി പോവുക ചെയ്യുക. താഴേക്ക് വരുമ്പോൾ മാക്സിമം വാല്യൂ 1/2 ആണ്. 0-ലാണ് ആ വാല്യൂ ഉള്ളത്. കൃത്യമാണല്ലോ? ശരി, ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഈ ഫംഗ്ഷൻ ഒന്നും മാക്സിമവും മിനിമവും ഇല്ലാന്ന് കാണിക്കാം. ഇതൊക്കെ കുറച്ച് ഫംഗ്ഷനാണ്, ഇതിന് മാക്സിമം മിനിമം ഇല്ലാന്ന് കാണിക്കാം. എപ്പോഴാണ് മാക്സിമം മിനിമം ഇല്ലാതിരിക്കുക? യെസ്, ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലാതിരിക്കുമ്പോൾ. ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാക്സിമം മിനിമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് തന്നെ ഇല്ലെങ്കിൽ മാക്സിമം മിനിമം എന്തായാലും ഉണ്ടാവില്ല. നോക്കൂ, ആദ്യം f(x) = e⁻x, f'(x) ഒരിക്കലും 0 ആവില്ല. എക്സിന് എന്ത് കൊടുത്താലും 0 ആവില്ല. e⁻x എല്ലാ സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, e⁻x ഒരിക്കലും 0 ആവില്ല. അതേപോലെ തന്നെ e⁻x എല്ലാ സ്ഥലത്തും എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ 0 ആണെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ഈ ഫംഗ്ഷൻ ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല? എക്സ്ട്രീം പോയിന്റ് ഇല്ല, മാക്സിമം മിനിമം ഒന്നുമില്ല. ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെങ്കിലേ മാക്സിമം മിനിമം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് e⁻x മാക്സിമം മിനിമം ഒന്നുമില്ല. ഗ്രാഫ് കണ്ടിട്ടില്ലേ? e⁻x ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ മുകളിലേക്ക് പോകും, ഇങ്ങനെ താഴേക്ക്. ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല, മുകളിലും അവസാനിക്കുന്നില്ല, താഴെ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് മാക്സിമം മിനിമവും ഒന്നുമില്ല. ഓക്കെ, ഈ log x ഗ്രാഫ്, log x ഇതേപോലെ തന്നെ. log x ഒരു കാര്യം ശ്രദ്ധിക്കണം, x > 0 ആണ്. log x എപ്പോഴും > 0 ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് 1/x ആണ്. പോസിറ്റീവ് ആകുന്ന എല്ലാ എക്സുകൾക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് മാത്രമല്ല, നെവർ = 0 ആണ് x > 0. അതുകൊണ്ട് തന്നെ ഇവിടെയും ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രീം പോയിന്റ് ഇല്ല. log x ഗ്രാഫ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയാണ് log x ഗ്രാഫ്. മാക്സിമം ഇല്ല, മിനിമം ഇല്ല. ഇതിങ്ങനെ മുകളിലേക്ക് പോയാൽ ചെയ്യുക, അതിങ്ങനെ താഴേക്ക് വരിക ചെയ്യുക. മാക്സിമം ഇല്ല, മിനിമം ഇല്ല. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ C നോക്കാം. ഒരു ക്യൂബിക് പോളിനോമിയലാണ്. f(x)ഉം f'(ഉം കണ്ടു. f'(x) 0 ആകുന്ന പോയിന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന കേസ് എന്തായാലും ഇവിടെ ഇല്ല. ഈക്വൽ 0 ആകുന്ന പോയിന്റ് ഉണ്ടോ എന്ന് കാണാൻ ഞാൻ ശ്രമിച്ചു. അപ്പം ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ഞാൻ കണ്ടു. അന്നേരം സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു. സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ലല്ലോ, വന്നാൽ നമുക്ക് ആൻസർ കിട്ടില്ലല്ലോ റിയൽ ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ, റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിനില്ല എന്നതിൻ്റെ അർത്ഥം. റിയൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ 3x² + 2x + 1 = 0 ആകുന്നേ ഇല്ല. ഓക്കെ, 3x² + 2x + 1 = 0 ആകുന്നില്ല. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആകുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. അതുകൊണ്ട് എക്സ്ട്രീം പോയിന്റ് ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റും ഇല്ല, എക്സ്ട്രീം പോയിന്റും ഇല്ല. എല്ലാവർക്കും മനസ്സിലായോ? ഗ്രാഫ് കാണണോ? ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. ഇതിന് എവിടെയും ഡെറിവേറ്റീവ് 0 അല്ല. അതേപോലെ തന്നെ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന ഒരു കേസും ഇല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷനും മാക്സിമവും മിനിമം ഒന്നുമില്ല. അപ്പോൾ മാക്സിമവും മിനിമം ഒക്കെ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ആദ്യം എക്സ്ട്രീം പോയിന്റ് വേണം. അതായത് ഒന്നുകിൽ ഡെറിവേറ്റീവ് 0 ആണ്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കർവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നുകിൽ കർവ് സ്മൂത്തായിട്ട് ബെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഷാർപ്പായിട്ട് ബെൻഡ് ചെയ്യണം. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യാവുന്നതിന് പരമാവധി. ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റോ ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് ഇതിനും ഒക്കെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് നല്ലത്. അതിനെന്തെങ്കിലും പ്രയാസം തോന്നുകയാണെങ്കിൽ മാത്രം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോയാൽ മതി. ഇത് രണ്ടാമത്തെ അസൈൻമെൻറ്റ്. ഒന്നാമത്തെ അസൈൻമെൻറ്റ് കഴിഞ്ഞ ക്ലാസ് ചെയ്തു. ഇനി മൂന്നാമത്തെ അസൈൻമെൻറ്റ്, ഇത് നമ്മളിപ്പോൾ ചെയ്ത മോഡലാണല്ലോ. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല, ഫസ്റ്റ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ നന്നായിട്ട് പഠിക്കണം.
ഇന്ന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പഠിച്ചില്ല, അത് വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വേർഡ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യാം. വളരെ ചുരുക്കിയ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ വേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, ആദ്യം ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യും. അത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്ത ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും അതുപയോഗിച്ചുള്ള പ്രോബ്ലംസും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളാവുക. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.